സച്ചിൻ, എന്തായാലും അതിദാരുണമായിട്ടുള്ള സംഭവമായി അപകടം സംഭവിച്ചു എന്നുള്ളത്. ഡ്രൈവറും കണ്ടക്ടറും എല്ലാം പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളാണ്. ഈ പറഞ്ഞതുപോലെ നെല്ലിയാമ്പതിയിലേക്ക് വിനോദസഞ്ചാരം എല്ലാം നിരോധിച്ചിരിക്കുകയാണ് കനത്ത മഴയെ തുടർന്ന്. എന്നാൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകളാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. ഒരു സ്ത്രീയുടെ ജീവൻ കൂടി നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം എന്നുള്ളതാണ്. ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള അപകടമാണ് എന്നാണ് നാട്ടുകാർ അടക്കമുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ എന്താണ് നാട്ടുകാർ പറയുന്നത്, അതുപോലെ MLA അടക്കമുള്ള ആളുകൾ പറയുന്നത്? ഈ പരിക്കേറ്റ മറ്റാളുകളുടെയൊക്കെ ആരോഗ്യനില ഇപ്പോൾ ഏത് രീതിയിലാണ്? തീർച്ചയായും ഈ ബസ്സിൽ, അതായത് 72ഓളം പേർ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത്. കാരണം KSRTCയുടെ പ്രിയദർശിനി ബസ്സാണ് ഇത്തരത്തിൽ അപകടപ്പെട്ടത്. നിരവധി ആളുകൾ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു. ഈ ബസ്സിൽ, അതായത് നെല്ലിയാമ്പതിയിൽ നിന്നും നെന്മാറയിലേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഒരു സ്ത്രീ മരിച്ചു. നെല്ലിയാമ്പതി സ്വദേശിയായിട്ടുള്ള ജയന്തിയാണ് മരിച്ചിട്ടുള്ളത്. എന്തായാലും അതിദാരുണമായ അപകടം തന്നെയാണ് സംഭവിച്ചത്. നാട്ടുകാർ, ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊക്കെ ഈ പ്രദേശത്ത് ശബ്ദം കേട്ടാണ് ഓടിയെത്തിയത്? ഞങ്ങൾക്ക് ന്യൂസ് അറിഞ്ഞത് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഞങ്ങൾ പോകുമ്പോൾ ഒരു പെങ്കുച്ചിനെ കൊണ്ടുപോകണ്ടായിരുന്നു. ചന്ദ്രമല എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ശിവൻ എന്ന് പറഞ്ഞ ആളുടെ വൈഫിനെ സ്ട്രക്ചറിൽ കയറ്റുന്നു. ബാക്കിയുള്ളവരിനെ ഈ ബസ്സിലുണ്ടായിരുന്നവരും ഈ പോത്തുണ്ടി പ്രദേശത്തെ ആളുകളും കൂടിയിട്ട് അപ്പം തന്നെ വണ്ടിയിൽ കയറ്റി വിട്ടു. ഒരാളിനെ മാത്രം, ഈ ബസ്സിൽ കുടുങ്ങിയ ആളിനെ മാത്രം ഇപ്പോൾ ഫയർഫോഴ്സ് വന്നതിന് ശേഷമാണ് എടുത്തിട്ട് പോയത്. 72ഓളം പേരുണ്ടായിരുന്നു. 72,000 കണ്ടക്ടർ പറയണത് 72,000 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സ്ത്രീകളും കുട്ടികളൊക്കെ ബംഗാളികളുണ്ട്, അവരൊക്കെ ഉണ്ട്. അവരെല്ലാവരെയും കിടത്തി വിട്ടു. ഇപ്പോൾ പരിക്കുള്ളവരിനെയൊക്കെ കിടത്തി വിട്ടിട്ടുണ്ടായിരുന്നു. വലിയൊരു അപകടമാണ് ഒഴിവായത്. കുറച്ച് മേളിലൊക്കെയാണ് പറഞ്ഞു വെച്ചാൽ കിട്ടില്ലായിരുന്നു. ഇപ്പോൾ തേക്കും കടായതുകൊണ്ട് ആ മരത്തിൽ ഇടിച്ചിട്ട് അങ്ങനെ നിന്നു. ആ സമയത്ത് മഴയൊക്കെ പെയ്യുന്നുണ്ട്? മഴ അത്ര ഉണ്ടായിരുന്നില്ല. മഴ അത്ര ഉണ്ടായിരുന്നില്ല. ചെറിയ ചാറ്റിൽ മഴയായിരുന്നു, അത്ര ഉള്ളത്. പക്ഷെ ഇതിന് ആൾ പറഞ്ഞ പോലെ ഇതിന് പൊക്കത്തിലാണെങ്കിൽ വണ്ടി ഒരു തരി പോലും കിട്ടില്ല. ഇത് കിട്ടില്ല. എല്ലാം പോയിട്ടുണ്ടാവും. തേക്കിൻ്റെ കാടുള്ളതുകൊണ്ട് വലിയ വൻ ദുരന്തം ഒഴിവായി എന്ന് പറയാം. അതന്നെ വലിയ സന്തോഷം. എന്തായാലും അത് തന്നെയാണ്, വലിയ അപകടം തന്നെയാണ് ഒഴിവായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബസ്സിൽ 72ഓളം പേരാണ് ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ ബസ്സിൽ ഓവർലോഡായിരുന്നു. ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് ഇത്തരത്തിൽ അപകടത്തിന് കാരണമെന്നാണ് നേരത്തെ നെന്മാറ MLA ആയിട്ടുള്ള K. പ്രേമനും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് രാവിലെ ഒരു 9:30യോടുകൂടിയാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചിട്ടുള്ളത്. നെന്മാറയിൽ നിന്നും നെല്ലിയാമ്പതിയിൽ നിന്നും നെന്മാറയിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ബസ്സിൽ 72ഓളം പേരുണ്ടായിരുന്നു. ഈ നാട്ടുകാരും അതേപോലെ തന്നെ പോലീസിന്റെ എല്ലാം സംയോജിതമായ ഇടപെടലിനെ തുടർന്ന് തന്നെ രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൽ നെല്ലിയാമ്പതി സ്വദേശിയായിട്ടുള്ള ജയന്തി എന്ന സ്ത്രീയാണ് മരിച്ചിട്ടുള്ളത്. എന്തായാലും ജയന്തിയുടെ മൃതദേഹം ഏറെ പാടുപെട്ടാണ് ബസ്സിനിടയിലും അതേപോലെ തന്നെ തേക്ക് മരത്തിനിടയിലും കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അത് മുറിച്ചു മാറ്റിയാണ് മൃതദേഹം പുറത്തെടുത്തിട്ടുള്ളത്. വലിയ ദാരുണമായ ഒരു അപകടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അപകടത്തിന്റെ വ്യാപ്തി വലിയ രീതിയിൽ കുറഞ്ഞത് ഏറെ ആശ്വാസകരം തന്നെയാണ്. ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവരെല്ലാം തന്നെ, ഈ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ ഫയർഫോഴ്സിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പോലീസ് സാറേ, ഈ അപകടത്തിന്റെ പ്രാഥമികമായ എന്തെങ്കിലും വിലയിരുത്തൽ? ഒന്നും ആയിട്ടില്ല. ഈ കണ്ടക്ടർ പറയുന്നത് ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ്. അത് അവിടെ ചോദിക്കുക, കറക്റ്റ് അറിയത്തില്ല. എന്തായാലും പരിശോധനകൾ RTOയുടെയും അതേപോലെ തന്നെ പോലീസിൻ്റെ എല്ലാം പരിശോധനകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കൃത്യമായി നാട്ടുകാരുടെയൊക്കെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ട് തന്നെ രക്ഷാപ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുണ്ട്. നിലവിൽ പരിക്കേറ്റവരെ നെന്മാറയിലെ ആശുപത്രിയിലും അതേപോലെ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്.